കാരാപ്പുഴ പോയതാട്ടോ. അപ്പോൾ അമ്പലയിലെത്തിയപ്പോൾ ഞാനും ആണേയും കൂടി ഫ്രൂട്ടി വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ പോയി. പിന്നെ ഞങ്ങൾ ട്രാവലറിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അമ്മയും അമ്മയുടെ കടത്തിൽ കുറേ താത്തമാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു കേട്ടോ. എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മളവിടെ എത്തിയതിന് ശേഷം ടിക്കറ്റൊക്കെ വാങ്ങിച്ച് നേരെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. കുറേ ട്രീസും ഫ്ലവേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ആ ബോർഡ് കണ്ട് ഞങ്ങൾക്ക് ചിരിച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുൽത്തകടിയിൽ ഇരിക്കരുത്, പൂക്കൾ പറിക്കരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ഒരു ഭാഗത്ത് ഒറ്റ പൂ പോലും ഞാൻ കണ്ടില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. ഏകദേശം അന്നത്തെ ദിവസം കുറേ അധികം നടന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ പോയപ്പോൾ കുറേ പാർക്ക്, അതായത് എന്താ പറയുക, നല്ല ബിഗ്ഗായിട്ടുള്ള സ്വിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാ കണ്ടില്ല അവിടെ. സ്ലൈഡും സ്വിങ്ങും അതുപോലെ തന്നെ ഈ സിപ്പ് ലൈനൊക്കെ ഉണ്ടായിരുന്നില്ല ഗൈസ്, അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു, കണ്ടില്ലേ. പിന്നെ എന്താ ഇവിടെ നല്ല പച്ചപ്പാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. എന്താ ഈ ഒരു സംഭവം കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അതിൽ കയറുമ്പോഴാണ് അതിൻ്റെ പേടിയൊക്കെ അറിയുക. കാണാൻ നല്ല രസമായിരിക്കും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴാണല്ലോ അതിൻ്റെ അവസ്ഥ അറിയാം. പിന്നെ അതാണല്ലേ കുഞ്ഞു കനാലൊക്കെ പോലെ ഉണ്ടായിരുന്നു. വന്ന ഭാഗത്ത് ഫ്ലവേഴ്സൊന്നും കണ്ടില്ല, ഉള്ളിലോട്ട് കുറച്ച് കയറിയപ്പോഴാട്ടോ അവിടുത്തെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കാണുന്നത്. പിന്നെ നല്ല ഭംഗിയായിരുന്നു. കുറേ എന്താ പറയുക, നല്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ, അതൊക്കെ നോക്കിയിരുന്നു. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ അവിടെ വെള്ളം ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാനും അയാളെ പോയി കുറച്ചൊക്കെ നനഞ്ഞ് കൈയൊക്കെ വെച്ച് റെഡിയാക്കി. പിന്നെ ഈ വയലറ്റ് ഫ്ലവേഴ്സ് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ അതുപോലെ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല പർപ്പിൾ കളർ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വരുമ്പോൾ നല്ല ഭംഗിയില്ല ഗൈസ്. ആ ചെടി എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ കണ്ടില്ല, എന്താ പറയുക, അതിന് ഒരു കുഞ്ഞു പോള് പോലെ അതിനകത്ത് നിറച്ച് ആമ്പലിൻ്റെ ഇതാണ്. പക്ഷേ അതിൻ്റെ ആമ്പലൊക്കെ വിരിഞ്ഞ് ഇതായിപ്പോയി. പിന്നെ നാളെ രാവിലെ ആയിരിക്കും അത് വിരിയുക. വേണ്ട സിപ്പ് ലൈനിൽ കൂടെ ഒരാളിങ്ങനെ പോകുന്നുണ്ട്, നല്ല രസമായിട്ട്. എല്ലാവരും ബ്ലോഗർമാരാണെന്ന് തോന്നുന്നത്, കാരണം എല്ലാവരും ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിൽ പോകുമ്പോഴും അവർക്കൊരു പേടിയില്ല, കാരണം വീഡിയോ ഷൂട്ടിംഗ് ആണല്ലോ. പിന്നെ ഞാനിങ്ങനെ പുൽത്തകിടിയിൽ കൂടെ ഇങ്ങനെ നടന്ന് വരികയാണ്. പിന്നെ ഞാൻ കുറേ സെൽഫി മോഡിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ല, നല്ല ഭംഗിയാണ് ആ സ്ഥലം കാണാൻ. ഈ ക്യാമറയിൽ പ്രത്യേകിച്ച് നല്ല ഭംഗിയായിരുന്നു. ഏകദേശം വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത്. കണ്ടില്ലേ, ഫുള്ള് അവിടെ ഈ ചെടി നനയ്ക്കലും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ആ സ്പ്രേയിൽ പോയി ആറാടുകയായിരുന്നു ഗൈസ്. ആ ഒരു ഭാഗത്ത് പോയിട്ട് ചുറ്റിലും എവിടെ നോക്കിയാലും ഈ ഒരു വാട്ടർ സ്പ്രേ ചെയ്യുന്നൊരു സംഭവം കാണാൻ പറ്റും. പിന്നെ ഞാൻ ഫുൾ ഫോക്കസിങ് ആ മുകളിൽ ഇങ്ങനെ ഈഫൽ ടവർ പോലെ നിൽക്കുന്ന സ്ഥാനത്തിലായിരുന്നു. പിന്നെ കുറേ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സ്ലിങ് ആണ്. അതിൽ 3 ചേച്ചിമാരാണോ ചേട്ടന്മാരാണോ എന്നറിയില്ല, അവർ കയറിയിരുന്നു. പിന്നെ ഭയങ്കര സ്പീഡിൽ ആടുന്നുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു അവരാടുന്ന കാണാൻ. പിന്നെ കണ്ടത് ഈ ഒരു സാധനം, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇങ്ങനെ കറങ്ങി 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 ഇങ്ങനെ പോകുന്നതാണ്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാനും അയോണയും ഒന്നിലും കയറിയില്ല കേട്ടോ, അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാം കണ്ടിട്ട് വരികയാണ് ചെയ്തത്, ഒന്നും കയറാനൊന്നും പറ്റിയില്ലായിരുന്നു. പിന്നെ കണ്ടില്ല അതിനകത്ത്, അതാണ് ഞാൻ പറഞ്ഞ സ്ലൈഡ്, അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഈഫൽ ടവർ പോലത്തെ ആ ഒരു സാധനം, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതാ ഇങ്ങനെ അതിൻ്റെ പൊക്കത്തൊരു മങ്കിയും കറങ്ങുന്നുണ്ട്, അതും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെയാണ് ഞങ്ങളുടെ കൂടെ വന്ന ചേച്ചിമാർ. ഭയങ്കര ഡാൻസുകളൊക്കെ ആയിരുന്നു. പാട്ടിട്ട് കൊടുത്താൽ മതി കളിച്ചോളും. ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ട്സ് സീറ്റിലിരിക്കുന്നുണ്ട്. ഞാനും അയോണയും ഭയങ്കര ഡാൻസ് കളിക്കണോ വേണ്ടോ എന്നുള്ള ഡിസ്കഷനിലായിരുന്നു. അമ്മയായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ കാരാപ്പുഴ പോയതിന് ശേഷം നേരെ നമ്മൾ വന്ന് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് മൊട്ടക്കുന്നിലേക്കാണ് കേട്ടോ. നല്ല രസമായിരുന്നു അവിടെ. ഞാൻ പോയപ്പോൾ വിചാരിച്ചു ഒരു മലേൻ്റെ പൊക്കത്ത് സൺസെറ്റ് കാണുന്ന അത്ര ഉണ്ടാവുള്ളൂ എന്ന്. പിന്നെ കുറച്ച് അങ്ങോട്ട് ഇറങ്ങി നോക്കിയപ്പോഴാണ് നല്ല ഭംഗിയുള്ള നല്ലൊരു എന്താ പറയുക, കടലൊക്കെ പോലെ തന്നെ തോന്നുന്നു. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഐസ്ക്രീം വാങ്ങി. ഞാൻ ബട്ടർ സ്കോച്ചാണ് വാങ്ങിയത്, ബാക്കി എല്ലാവരും ചോക്കോബാർ വാങ്ങി കേട്ടോ. എനിക്ക് ചോക്കോബാർ ഇഷ്ടമാണ്, എന്നാലും കോണാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടിങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ആമ്പൽ പറിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അയോൺ ആരോടോ പോയി ചോദിച്ചപ്പോൾ 2 ആമ്പൽ വീതം ഞങ്ങൾക്ക് തന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും കിട്ടി ആമ്പൽ. അതിപ്പോൾ ഇവിടെ സുരക്ഷിതരായിട്ടിരിക്കുന്നുണ്ട്, കാരണം ഞങ്ങൾ കുഞ്ഞു പിള്ളേരായതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റില്ലാത്തതുകൊണ്ട് അയോൺ ആരോടോ പോയി ചോദിച്ചപ്പോൾ 2 ആമ്പൽ വീതം ഞങ്ങൾക്ക് തന്നു കേട്ടോ. അങ്ങനെ ആമ്പലം പിടിച്ച് ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടെ ആഘോഷിച്ചിട്ടാണ് വന്നത്. കണ്ടില്ല, എന്ത് ഭംഗിയാണ് ആ സൺസെറ്റിൻ്റെ സമയത്ത് ആ മലേൻ്റെ പുറകിലോട്ട് ഇങ്ങനെ സൂര്യൻ വന്നിരിക്കും. അപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ അവിടെ കാണാൻ വേണ്ടി, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആമ്പലം പിടിച്ച് കുറേ ഫോട്ടോസ് എടുത്തു. ഞങ്ങളവിടെ പോയത് തന്നെ ഫോട്ടോ എടുക്കാനാണെന്ന് തോന്നുന്നത്. ഒരുപാട് ഫോട്ടോസ് ഞങ്ങൾ എടുത്തു കേട്ടോ ആമ്പലൊക്കെ വെച്ചിട്ട്. പിന്നെ സൺസെറ്റിൻ്റെ സമയത്ത് കണ്ടില്ല, ആകാശമൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന
അന്നേരം അയാളോട് പറഞ്ഞത് ഗോൾഡൻ ആകാശം എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു ഗോൾഡൻ മേഘമല്ലേ എന്ന്. പിന്നെ ഞാൻ നടക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അയാളോട് പറഞ്ഞത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അമ്പലം പിടിച്ചുള്ള ഷോ ആയിരുന്നു പിന്നെ മൊത്തം. അവിടെ നല്ല ഭംഗിയായിരുന്നു ഗൈസ്. എൻ്റെ വീടിൻ്റെ അടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഗൈസ് അവിടെ. പിന്നെ അവിടെ നിന്ന് പോരാനേ തോന്നിയില്ല, പക്ഷെ ഞങ്ങൾ പോന്നു. 2:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ തിരിച്ചെത്തുമ്പോൾ 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അത്രയും നേരം ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ.